കുറച്ച് നാളുകളായിട്ട് എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പാടെ അങ്ങ് സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് ക്യാൻ അമേരിക്കയുടെ ഏജൻസിയുടെ പരിചയം കിട്ടിയത്. നമസ്കാരം, എൻ്റെ പേര് നീതു. എൻ്റെ നാട് പാലായിലാണ്. ഞാൻ ഒരു 4-5 വർഷമായിട്ട് ഇപ്പം കാനഡയിലാണ്. അതോടൊപ്പം എൻ്റെ ബ്രദറും ഫാമിലിയും കാനഡയിലാണ്. കുറച്ച് നാളുകളായിട്ട് എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അമ്മേനെ ഞങ്ങളുടെ ഒപ്പം കൂട്ടാനായിട്ട് കാനഡയിലോട്ട് കൊണ്ടുവരാനായിട്ട് 2 തവണ ട്രൈ ചെയ്തു. ഒരു തവണ ഞങ്ങൾ തന്നെ ഫയൽ ചെയ്യുകയും അത് റിജക്റ്റ് ആയതിനു ശേഷം മറ്റൊരു ഏജൻസിയെ സമീപിച്ച് അവരുടെ ഹെൽപ്പോടുകൂടി ഒന്നുകൂടെ ട്രൈ ചെയ്തപ്പോഴും റിജക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾ ആ പാടെ അങ്ങ് സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് ക്യാൻ അമേരിക്കയുടെ ഏജൻസിയുടെ പരിചയം കിട്ടിയത്. അപ്പോൾ അവർ വഴി ഞങ്ങൾ ഒരു 3rd അറ്റംപ്റ്റും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ ഏജൻസിയെ സമീപിച്ചപ്പോൾ വളരെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ആദ്യം തന്നെ റിജക്ഷൻ കേസിനെ പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുകയും അതോടൊപ്പം എന്തൊക്കെയാണ് അതിന്റെ റീസൺസ്, അതോടൊപ്പം തന്നെ എന്തൊക്കെ രീതിയിൽ നമ്മുടെ ഡോക്യുമെന്റ്സുകളെല്ലാം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല ക്ലിയർ ആൻഡ് കട്ടായിട്ട് അവർ പറഞ്ഞു തരാൻ ഞങ്ങളെ സഹായിച്ചു. അതോടൊപ്പം തന്നെ അമ്മ നാട്ടില് പകൽ സമയത്തുള്ളപ്പോൾ ഇവിടെ രാത്രിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു വലിയ ചലഞ്ച് ആയിരുന്നു. കാരണം അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാനും അത് കറക്റ്റ് സമയത്ത് അത് ഇവിടെ സബ്മിറ്റ് ചെയ്യാനും ഞങ്ങളെ മക്കൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നല്ല പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവർ അതിനുള്ള റിപ്ലൈ തരികയും അതിനുള്ള എംപ്ലോയീസ് അവിടെ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അവർ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും എന്റെ ബ്രദറിനൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലായിരുന്നു. ഡോക്യുമെന്റ്സ് 2 തവണ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ആ റീസൺസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് ആണെങ്കിലും പെർഫെക്റ്റ് രീതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്നും അതിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് കാണിക്കണം എന്നുള്ളതും ഇവര് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ 99.9% ഇത്തവണ കിട്ടിയിരിക്കുന്നു. അത്രയും ഷുവർട്ടിയോടുകൂടി പറയാനായിട്ട് അവർക്ക് ധൈര്യം തന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു ആശ്വാസമായിരുന്നു. ഭാഗ്യം എന്ന് പറയട്ടെ, 3 മാസത്തിനകം ഞങ്ങളുടെ അമ്മയ്ക്ക് അതും സൂപ്പർ വിസ തന്നെ കിട്ടി. അപ്പൊ ഞാനിപ്പോ ഈ പറയുന്നത് എന്തെന്ന് വെച്ചാൽ റിജക്ഷൻ കേസുകൾ കാരണം വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ് ക്യാൻ അമേരിക്ക. കാരണം ഞങ്ങൾ അതിന്റെ അനുഭവസ്ഥരാണ്. ഇപ്പം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഒറ്റയ്ക്ക് അവിടെ നാടുകളിൽ ഇങ്ങനെ ഇരിക്കുന്നവർക്കും പേരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ്. വൺസ് അഗൈൻ താങ്ക്സ് ടു ക്യാൻ അമേരിക്ക ഫോർ ഓൾ ദ ഹെൽപ്സ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.